കാര്യമായിട്ട് എടുക്കുന്നവരെടുത്തോളൂ, ഫണ്ണായിട്ട് എടുക്കുന്നവരെടുത്തോളൂ, എന്ത് വേണേലും എടുത്തോളൂ, നോ പ്രോബ്ലം. ഈ ആർക്കും എന്ത് ഗോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം പേരുകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സമൂഹ മാധ്യമങ്ങളിലും ഏറെ സജീവമാണ്. അടുത്തിടെ ഒരു റൊമാൻറ്റിക് റീലിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനങ്ങൾ രേണു സുധി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആൽബം ഷൂട്ടുകളും നാടകവും റീൽസും ഒക്കെയായി അഭിനയരംഗത്ത് സജീവമാണ് രേണു. ഇപ്പോഴത്തെ രേണുവിൻ്റെയും ദാസ് കോഴിക്കോടിൻ്റെയും ഒരു റീൽ ചിത്രീകരണ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങുന്നത്. നടു റോഡിലാണ് ഇരുവരുടെയും റീൽസ് ചിത്രീകരണം. ഒരു ഭാഗത്തുകൂടെ നിരനിരയായി വണ്ടികൾ പോകുന്നതും കാണാം. വഴിമുടക്കി റീൽസ് ചിത്രീകരിച്ചതിന് ബൈക്കിൽ പോകുന്ന രണ്ടുപേർ ഇതുവരെയും ശകാരിക്കുന്നതും വീഡിയോയിൽ കാണാം. വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി ഈ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമോ എന്നാണ് MVDയെ ടാഗ് ചെയ്ത് ഒരാൾ ചോദിക്കുന്നത്. പൊതു റോഡുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള റീൽസ് ചിത്രീകരണങ്ങൾ നിരവധി പേരാണ് എതിർക്കുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. കൊല്ലം സുധി മരണപ്പെട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞതോടെയാണ് രേണു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവച്ചു തുടങ്ങിയത്. രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും നേരിടേണ്ടി വരുന്നുമുണ്ട്. ഇപ്പോൾ അഭിനയത്തിൽ ചുവടുറപ്പിക്കുകയാണ് രേണു. ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ വൈറലായതിന് പിന്നാലെ സിനിമകളിലും അവസരം ലഭിക്കുന്നുണ്ടെന്നാണ് രേണു അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള റീലുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് രേണുവിന് വരുന്നത്. ഇതിൻ്റെ പേരിൽ രേണുവിനെയും ദാസേട്ടൻ കോഴിക്കോടിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നും രേണു വ്യക്തമാക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.